ഇപ്പൊ ഇവിടെ വാതിൽ അടിച്ചു പോയതാണ്. ആരപ്പ ഇവിടെ വന്ന് തുറന്നിട്ട്? അതിന്റെ പാപ്പാ, എന്താണത്? വല്ലാത്തൊരു തള്ളന്നത്. നിനക്ക് എന്തിനാണ് ഇവിടെ വന്ന് കുത്തിരിക്കണത്? അതുമ്മോ അതിന്റെ ഉള്ളില് കുത്തിരുന്നേ ആകെ ചൂടും പൊകിയെടുക്ക. അപ്പൊ കുറച്ചൊന്ന് കാറ്റുള്ള വിചാരിച്ചും കണ്ട് ഇവിടെ വന്ന് ഇരുന്നതേന് ഞാൻ. എന്ത് പറഞ്ഞാലും ഓരോ കാരണങ്ങൾ ഉണ്ടാകും. അത്ര വലിയ ചൂടും പൊകി ഇരിക്കണ വേറെ ഏതെങ്കിലും മക്കളെ വീട്ടിക്ക് പോയിക്കൂടെ? ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കണം. അവിടെ പറഞ്ഞിട്ടില്ലേ റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന്? ഇവിടെ ഞാൻ പഠിച്ചേരി തുടച്ചു പോയതാ. അവിടെ ഒന്നായിട്ട് ഇങ്ങോട്ട് ചളിയാക്കാനായിട്ട് ഏരപ്പാക്ക വീടൊന്നായിട്ട്. അങ്ങനെയൊന്നും കരുതിയിട്ടില്ല കുട്ടിയെ. ആ റൂമിൽ പോയി കുത്തിയിരുന്നൂടെ എനിക്ക്? ഒരു കയറിക്കളി ഇവിടെ വാതിലടച്ച് പോയതാ. അപ്പോഴേക്ക് വന്ന് തുറന്നു കൊണ്ട് ഏർപ്പാക്കാന്. കയറി പോയി കാണുന്നു. ഞാൻ ഉള്ളിലിരുന്നോളാം. ഹലോ അമ്മ. വലൈക്കും സലാം. അല്ല എത്താ മളെ, ജി കല്യാണത്തിനൊക്കെ വരണൊന്നുമില്ലേ? എത്താ എന്റെ കഥ? ഇച്ച് വരാനൊക്കെ പൂതിയൊക്കെ ഉണ്ടമ്മ. ഞാൻ എങ്ങനെയാ വരിക? ഈ ഒരു തള്ളുള്ളോടത്തോളം കളിച്ച് അങ്ങോട്ട് വരാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെത്താണ്ണി, ആ തള്ളക്ക് വേറെ മക്കളില്ല, അവിടെയും കൊണ്ടാക്കണം. അല്ല ജന്നെ എങ്ങനെ പോറ്റണോ? അതിന് വേറെ മക്കളുണ്ടായിട്ട് എത്ര കാര്യം? എന്റെ മാപ്പിൾക്ക് ആ ബോധം വേണ്ടേ? അതിന് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഉമ്മാനെ ഇങ്ങനെ കാണണം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തുക. മറ്റോലൊക്കെ എത്താ ഓൽക്കിപ്പോ നിർത്താൻ അറിയായിട്ടാ? അതിനൊക്കെ അന്നെ പറഞ്ഞാ മതി, ഇജ്ജ് പോരായിട്ട് തന്നെയാണ്. ഇതൊക്കെ പെണ്ണുങ്ങൾ വേണം ആക്കിയെടുക്കാൻ. ഇപ്പൊ മറ്റോലൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഇക്കാരം. എത്താ അമ്മ ഞാൻ കാട്ടിന്റെ വിധിയേക്കും ഇങ്ങനെ എത്താ ഞാൻ പറയാ. ഇജ്ജ് വിധി അറിഞ്ഞ അവിടെ കുത്തിരുന്നോ? ഇജ്ജ് ഞാൻ പറയണ മാതിരി കാട്ട്. ഇജ്ജ് എന്റെ മാപ്പിളിനോടേ മറ്റോലാടെ ആരാടെങ്കിലും കൊണ്ടാക്കാൻ പറയും. ഇത് പറഞ്ഞാ മിക്കവാറും ഇന്നോട് അങ്ങോട്ട് വരണ്ട അറിയും. അല്ലാത്ത എന്നാ ഓൻ തന്നെ മതിയല്ലോ. ഇജ്ജ് ആദ്യം ചോദിച്ച്. ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തായാലും. എന്നിട്ട് എന്നാ ചോദിച്ചിട്ട് വിളിച്ച്. എത്താപ്പ കാട്ട? ഈ തള്ളനെ ഇവിടെ കൊടുന്ന് അവിടെ നാട്ടിക്കണ്. എന്നാ മറ്റോലാർക്ക് ആർക്കെങ്കിലും പോകുക? അത് ചെച്ചൂല. അതിന് പറ്റിയൊരു മകനും ഉണ്ട്. എങ്ങനെങ്കിലും ഇക്കാനെ പറഞ്ഞു കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചണം. അല്ല അപ്പൊ ശരിയാകൂലത്. ഇന്നത്തെ മറ്റോലാട് ആരെടെങ്കിലും ഒക്കെ പോയി നിന്നൂടെ? ഇതാണെങ്കിൽ ഇവിടെ തന്നെ അങ്ങോട്ട്. ഇക്ക ഇങ്ങള് വന്നോ? എടി ചോറയിക്കണോ? ഇന്ന് 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം പറഞ്ഞിക്കണോ. ഇജ്ജ് വേഗം എടുത്തുവെച്ചാ. തന്നെ നേരത്തെ പോണ്ടി വരില്ലേ? ഞാൻ മീൻ പൊരിച്ചാനും കൂടി ഉള്ളു, ബാക്കിയൊക്കെ അയക്കണ്. പിന്നെ ഉമ്മ വിളിച്ചീനി വീട്ടിന്ന്. എന്തേ? അതൊത്തല്ലേ, കുഞ്ഞിമൂന്റെ കല്യാണം ഉണ്ടല്ലോ. അപ്പൊ ഓളെ കല്യാണം ഉണ്ട്, പിന്നെ ഓലെ പുതിയ വീടിന്റെ കുറ്റൂസാണല്ലോ. അപ്പൊ എല്ലാം കൂടി ഒപ്പായോണ്ട് ഓല അത് 2 ദിവസം കൊണ്ട് നടത്തുക, അങ്ങനെയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാരും 2 ദിവസം മുമ്പ് തന്നെ അവിടെ എത്തണുണ്ട് പറഞ്ഞു. അപ്പൊ എന്നോടും കുട്ടികളോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു. 2 ദിവസം മുമ്പോ? അത് ശരിയാകൂലടി. എനിക്ക് ഞായറാഴ്ച പരിപാടിക്ക് പോകാം. ഇത് പോയി കഴിഞ്ഞാ പിന്നെ ഉമ്മ അവിടെ ഒറ്റക്കാകൂലേ? അപ്പൊ എല്ലാരും പോകുമ്പോ വെച്ച് പോകുന്നു വേണ്ടേ? നിങ്ങൾ മറ്റോൽക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. നിങ്ങൾ മാത്രമൊന്നല്ലല്ലോ ഉമ്മാക്ക് മോനുള്ളത്. കാക്കാക്കും അതേമാതിരിക്കും മറ്റേ അസ്കറിനും ബെൽക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കാണി. ഓല ആരെങ്കിലും കുറച്ച് ദിവസം വന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇന്നത്തെ കാലാകാലം ഞാൻ തന്നെ നോക്കണം എന്നുണ്ടോ? ഓല് കൊണ്ടുപോകെ കണക്കായി. ഇന്നാള് സുഖമില്ലാറിഞ്ഞിട്ടും കൂടി ഒന്ന് വന്നു നോക്കാത്ത ആൾക്കാരാ ഓലിപ്പോ കൊണ്ടുപോയത് തന്നെ. കൊണ്ടുപോകണില്ലെങ്കിൽ കൊണ്ടുപോകാൻ അങ്ങോട്ട് പറയണം. ഇത് എത്ര ഇക്കണ് ഇവിടെ ഇങ്ങനെ നിർത്തണ്? ഇച്ചൊരൊഴിവും ഇതൊന്നും വേണ്ട, ഇച്ചെവിടേക്കും പോകും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കാം. നിങ്ങൾ വിളിച്ചെങ്ങാണ്ട് എന്താ വെച്ചാല് തീരുമാനം എടുക്കിയത്. എനിക്ക് പോകണം എന്തായാലും ഇതിന്. ഞാൻ മാത്രം ഇല്ലാത്തുണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ മേലൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ വിളിച്ചോക്കാം. ഒരു കൊണ്ടുപോകുമോന്ന് അറിയില്ല. എന്തായാലും വിളിച്ചോക്കാം. ഉമ്മ അവിടെ ഉമ്മക്ക് ചോറൊക്കെ കൊടുത്തീഞ്ഞാ? ഞാൻ ഇവിടെ ആരും പട്ടിണിക്ക് ഇടണോ കാട്ടണൊന്നുമില്ല. ഞാൻ തിന്നാനൊക്കെ കൊടുക്കലുണ്ട്. ഉമ്മ തിന്നിക്കണോ കാട്ടിക്കണോ? നമ്മളുടെ ആരും പിന്നെ ചോദിച്ചാനും കാട്ടാനൊന്നും ആരും ഇല്ലല്ലോ. ഇവിടെ മാത്രമുള്ള ഒരു ഉമ്മ, വേറെ ഊടിയില്ല. ജത്തിനാണ് ഇങ്ങനൊക്കെ പറയണെന്റെ ഫസിയെ? ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇച്ചെത്തായാലും പോകണം. അതിന് വജ്ജ ഉണ്ടാക്കാം. നാസറേ, ഇജേ മറ്റോൽക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാ. ഇജ് മാത്രല്ലല്ലേ, വേറെ മക്കളില്ലേ? ഓൽക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാ. ഫസിക്ക് പോകാനുള്ളവർക്കൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഞാൻ അതിനൊരു ഇടങ്ങേറാകണ്ട. കൊറേ ആയില്ലേ ഞാനിവിടെ ഇങ്ങനെ നിക്കണ്. ജോലിക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. ഓലോട് ആരോടെങ്കിലും വന്നിട്ട് ഒന്ന് കൊണ്ടുപോകാൻ പറ കുറച്ച് ദിവസത്തിന്. ആയിക്കോട്ടമ്മ. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. എനിക്കാണ് നേരത്തെ പോകാനുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഓൽക്കൊക്കെ.
എന്നാ എന്തായി നിങ്ങള് വിളിച്ചീന് മറ്റോൽക്കൊക്കെ? വിളിച്ചീനി. എന്നിട്ടോ? ഓൽക്ക് ആർക്കും ഇപ്പൊ ഉമ്മാനെ കൊണ്ടുപോകാനും നോക്കാനൊന്നും തരല്ല. ഓലൊക്കെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞങ്ങാണ്ട് ഒഴിഞ്ഞു മാറിയിക്കാണ്. ഓൽക്കൊന്നും കൊണ്ടുപോകാൻ കഴിയൂലെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഉമ്മ ഇവിടെ തന്നെ നിന്നോട്ടെ, അല്ല ഇപ്പൊ എത്താ കാട്ടുക? ഇച്ചെത്തും കേക്കണ്ട. നിങ്ങളെ ഏട്ടന്മാരാടെ അനിയന്മാരാടെ ആരാടെ കൊണ്ടാക്കിയാലും മാടില്ല, ഇച്ചെത്തായാലും പോകേണ്ടി വരും. ചെമ്മാനി നോക്കി ഇവിടെ ഇങ്ങനെ നിക്കലൊന്നും നടക്കൂല. ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. എത്ര കാലായി ഞാൻ മാത്രം ഇങ്ങനെ നോക്കണ്. എത്ര ഉമ്മക്ക് അവിടെയും മറ്റോലാടൊക്കെ ഒന്ന് പോയി നിന്നൂടെ? ഇത് ഞാൻ മാത്രം കാലാകാലം നോക്കുക. എന്നെ കൊണ്ട് കഴിയൂലത്. ഇജ്ജുമ്മാരിക്കത്തെ വർത്താനം പറഞ്ഞ ഞാൻ എത്താ കാട്ടുക? ഓലാരും കൊണ്ടുപോകൂല പറഞ്ഞാല് ഓലെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് ഇട്ടെടുത്ത് പോരാൻ പറ്റുമോ? ഇതെത്താ എന്തെങ്കിലും സാധനമാണ്? അമ്മല്ലേ, ഇജ്ജത്തൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിളിച്ചിങ്ങാണ്ട് ഓരോട് പറ എന്തായാലും കൊണ്ടുപോകണം എന്നുള്ളത്. ഓലാരും കൊണ്ടുപോകില്ല പറഞ്ഞാൽ ഞാൻ പിന്നത്തെ കാട്ടേണ്ടി. ഇവിടെ മാത്രമുള്ള ഒരു ഉമ്മ, വേറെ ഓടിയില്ല. എനിക്കൊന്ന് നേരത്തെ പണിക്ക് കയറേണ്ടത്, വർത്താനം പറഞ്ഞ് നിക്കാൻ. അതാണ് നിങ്ങൾ ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ നിർത്തുന്നത്. നിങ്ങൾ മറ്റോലൊക്കെ മാർക്ക് കാട്ടായിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാരും നോക്കും. ഇത് നിങ്ങൾ മാത്രം ഇങ്ങനെ ആക്കിയിട്ടാണ് ഇവിടെ മാത്രം നിർത്തുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ കൊണ്ട് കജൂലട്ടോ. എനിക്ക് പോകണം പറഞ്ഞാൽ പോകണം, വേറെ ഒത്തു വെച്ച് പറയാനില്ല. നിങ്ങളൊന്ന് വൈകുന്നേരം വന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനം എടുത്തോണ്ടി. വേറൊത്തും പറയാം, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. പിന്നെ ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ കരുത്തണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു വജ്ജുണ്ടാക്ക, ഒന്ന് തിന്നാൻ സമ്മതിച്ചു. എന്തേ നസറേജ് വിളിച്ചോ? എപ്പോഴോല് വരുന്നത്? ഞാൻ വിളിച്ചുമ്മ. ഓൽക്കാർക്കും നിങ്ങളെ കൊണ്ടുപോകാൻ തരല്ല. അത് ഇത് പറഞ്ഞെങ്ങാണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളിമ്മ. തന്നെ ആർക്കും മാണ്ടല്ലപ്പ ഇമ്മാനെ. ഒക്കെ ഇപ്പം സ്വന്തം കാര്യം നോക്കി നടക്കണ ആൾക്കാരായില്ലേ. അല്ലാ, നിങ്ങളൊക്കെ വാപ്പ പോയപ്പോ കഴിഞ്ഞിക്കണ് എന്റെ വേലക്ക്. ആർക്കും മാണ്ടേ ഇമ്മാനെ. ഒരു മുടക്കാച്ചൽക്കായി കിടക്കല്ലേ. അതും ഇതും ആലോചിച്ച് സങ്കടപ്പെടണ്ടമ്മ. ഇതെന്തായാലും ഫസിനോ വീട്ടിക്ക് പോകാൻ സമ്മതിച്ചളാ. ഞാൻ എത്തെങ്കിലും കാട്ടിപ്പോണ്ട്. അത് ഇനി ഞായറാഴ്ചയാണ് പരിപാടി, അന്ന് പോയിക്കോട്ടെ. നിങ്ങൾ ഇനി അതൊന്നും ആലോചിച്ചണ്ട. നിങ്ങക്ക് ഞാനുണ്ട്. എനിക്കിന്ന് നേരത്തെ പണി, ഞാൻ പോട്ടെ. എന്നാല് വൈകുന്നേരം വന്നിട്ട് കാണാം. അല്ലാ, എന്റെ റബ്ബേ, എന്തൊക്കെയാ ഞാൻ അനുഭവിച്ചാൻ കിടക്കുന്നത് ഈ ഒരു കാര്യത്തിന്റെ പേരില്. ഒന്നിനും മാണ്ടല്ലോ. റബ്ബേ, ഞാൻ കാട്ടും എല്ലാവർക്കും ഇടങ്ങാറാക്കിങ്ങാണ്ട് ഇങ്ങനെ ജീവിപ്പിച്ചല്ല റബ്ബേ. എത്താപ്പത്? ഇതിലേത് ഗുളികയാണ് ഇപ്പൊ കുടിച്ചേണ്ടിയത്? വായിച്ചാനും തിരിയണില്ല. ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഫസിനോട് ചോദിച്ചു നോക്കാം. ഏതാണാവ? പ്രഷറിന്റെ ഗുളിക ഏതാന്ന് അറിഞ്ഞിട്ടിയാ മതി. തല മിന്നീട്ട് വെച്ച് ഏതായാലും ഫസിനോടൊന്ന് ചോദിച്ചു നോക്കാം. പണിയിലാ തോന്നുന്നു. ഫസിയേ, എന്താണ് നിങ്ങക്ക് മാണ്ടി? ഒരു പണി എടുക്കാനും സമ്മതിച്ചൂലത്. കുട്ടിയതിൽ ഏത് ഗുളിക എപ്പ കുടിച്ചേണ്ടിയത്? തല നല്ലോ മിന്നുണ്ട്, പ്രഷർ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിലേതാണ് ഇതിന്റെ ഗുളിക ഒന്ന് പറഞ്ഞു തന്നാണ്. ഏതേച്ചാ കുടിച്ചോളി. ഏത് കുടിച്ചാലും പള്ളിക്ക് തന്നെയല്ലേ പോകണത്. ഇപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ള ഇതിന് തന്നെ പണി എടുക്കാൻ ആളില്ല. ഞാൻ തന്നെ ഉള്ളു ഇവിടെ ഒന്നായിട്ട് എടുക്കാനും കാട്ടാനും. അതിന്റെ പുറമെ നിങ്ങളതും കൂടി നോക്കാന്. ഇച്ചി വെച്ചതെല്ലാം കൂടി എന്റെ തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചു. ഏതേച്ചാ കുടിച്ചോളി. ഞാൻ എത്താ കാട്ടണ്ടീനെ? ഇതിപ്പോ കരി. ആരാപ്പൊ ഫോൺ വിളിച്ചത്? അമ്മയാണല്ലോ. ഹലോ അമ്മ. എന്തായി ചോദിച്ചോ? എത്താകാന് ഇച്ച് വരാൻ പറ്റും തോന്നണില്ല. അതെന്തേ ജപ്പ് ചോദിച്ചില്ലേ?
ഞാൻ ചോദിച്ച് നിങ്ങൾ പറഞ്ഞ മാർക്കൊക്കെ ചോദിച്ചും കേട്ടൊക്കെ ചെയ്ത്. ഇക്ക ഉച്ചക്ക് ചോറുണ്ണാൻ വന്ന ടൈമില് എന്നിട്ട് മറ്റേ ബാക്കിയുള്ളവർക്കൊക്കെ വിളിച്ചിക്കണ്. ഒറ്റൊന്നിനും കൊണ്ടുപോകാൻ വെച്ചാ തന്നെ അത് ആദ്യേ സീലാക്കി കൊടുത്തിട്ടാണ്. അതന്നെയാണ് ഇക്ക എങ്ങനെ ശീലാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പൊ ഇത്. എത്താപ്പൊ കാട്ടിനി കാലാകാലം ആ തള്ള മരിച്ചണ വരെ ഞാൻ ഇങ്ങനെ നോക്കുക. അല്ലാത്തൊരു കഥ തന്നെ. ചെറിയ വേറൊരു പണിയില്ലല്ലോ. ചെറുക്കും പോകും വേണ്ട കാട്ടും വേണ്ട അതിന് നോക്കി ഇവിടെ അങ്ങ് കുത്തിരിക്കുക. എന്നിട്ടാണെങ്കിലോ അവിടെ റൂമിലെവിടെങ്കിലും കെടുക്കുക വെച്ചാൽ അതും കാട്ടൂല. എരപ്പാക്ക് അങ്ങോട്ട് വീടൊന്നായിട്ട്. അനക്കത്ത തൊള്ളല്ലേ, തൊള്ളർന്ന് 2 വർത്താനാണ് പറയണോ? എന്റെ പോരാത്തരം കൊണ്ടാണ് ഇതൊക്കെ. ഞാൻ എത്താ കാട്ടുന്നമ്മ, നിങ്ങൾ ഇന്നെങ്ങനെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ഇടങ്ങാറായി പോയത്. എല്ലായിടത്തും ഉണ്ടാകും ഉമ്മാരും ഇതൊക്കെ. ഇവിടെ ഉള്ളത് വല്ലാത്തൊരു സാധനം തന്നെ. വെച്ചതിനെ നോക്കാനും കാട്ടാനും. ഇജൊരു കാര്യം ചേച്ചി, ഞാൻ പറയണ മാതിരി കാട്ടിക്കോ. ഇജ് മാത്രം ഇപ്പം അങ്ങനെ നോക്കണ്ട, ബാക്കിയുള്ളവരും കൂടി നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി. ഈ ആരും ഇല്ലാത്തോലെ കൊണ്ടാക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടാക്കാൻ പറയണം. അല്ലാത്ത ഇജ് മാത്രം കാലാകാലം ഇങ്ങനെ നോക്കുക. എനിക്ക് എവിടേക്കും പോകുമൊന്നും വേണ്ട. പറഞ്ഞോക്കെ ഞാൻ അല്ലാത്ത പറയാ. ഇജ് മാത്രമുള്ള കൂട്ടത്തിൽ ഇല്ലാതൊക്കെ നല്ല പൂതിണ്ട് വരാന്. എല്ലാരും ഇപ്പൊ തലേന്ന് തന്നെ വരൂലേ, ഞാൻ മാത്രം ഉണ്ടാകുള്ളൂ ഇല്ലാതൊക്കെ. ഞാൻ ഏതായാലും ചോദിച്ചു നോക്കട്ടെ അതിനെ പറ്റിയിട്ട്. എന്നിട്ട് വിവരം പറയ്. എനിക്കറിയില്ല. ഞാൻ ഏതായാലും പിന്നെ വിളിച്ച പണിയിലാണ്. എല്ലാം കൂടി ഞാൻ തന്നെ എടുക്കണ്ടേ. സ്വന്തം വീടാണ് പറഞ്ഞിട്ട് എത്ര കാര്യം. ഒരു മനസ്സമാധാനം ഇല്ല. എന്നാ ഞാൻ വെക്ക്. അസ്സലാം വലൈക്കും. ആയിക്കോട്ടെ എന്നാ. വലൈക്കും അസ്സലാം. വല്ലാത്തൊരു തള്ളന്നെ. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിക്കേനി ഞാന്. അല്ല അതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം കേട്ടോ. എന്തായാലും മറ്റൊരാരും വിളിച്ചിട്ട് ഇതാകണില്ല വിചാരിച്ചിട്ട് ഞാൻ പോകാതൊക്കെ. നിങ്ങൾക്ക് എത്താ കാട്ടണ്ടി ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഞായറാഴ്ചത്തെ പരിപാടിക്ക് എനിക്ക് പോയാ പരിചയത്തിന് എങ്ങനെ ചൂടാവണത്? ഞാൻ ചൂടാകണത് അപ്പൊ പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, ഇങ്ങനെ ആരും നോക്കാനും കാട്ടാനും ഇല്ലാന്നുണ്ടെങ്കിലേ ഓലെ കൊണ്ടാക്കണ സ്ഥലമാണ് ഈ വൃദ്ധസദനം. അതൊക്കെ ഇച്ച് കാലാകാലം ഇങ്ങനെ നോക്കാൻ വെച്ചോളണമെന്നില്ല. വേറുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ ഏട്ടന്മാരും അനിയന്മാരൊക്കെ, ഓല ആരെങ്കിലും നോക്കണോ കാട്ടണോ ഉണ്ടോ? ഞാൻ കാലാകാലം ഇങ്ങനെ നോക്കിയും കണ്ട് എവിടേക്കും പോകാതെ ഇവിടെ ഇങ്ങനെ കുത്തിരിക്ക. അതപ്പൊ നിങ്ങക്ക് വേണ്ടിയത്? ഇന്നെ അതിന് കിട്ടൂലട്ടോ. ഞാൻ എന്റെ പാട്ടിന് പോകും. ഞാൻ പിന്നെ അങ്ങോട്ട് വരിക തന്നെ ഇല്ല. നോക്കാൻ വെക്കൂല, അത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ വെച്ചാ കാട്ടിക്കോളാം. ഇന്നെ ഇപ്പൊ പിടിച്ചു കൊണ്ടുപോകാൻ വെക്കൂല. ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനാക്കാം. ആയിക്കോട്ടെ, ആക്കം പോലെ വിളിച്ചും കാട്ടി ഉണ്ടാക്കിയും കാണ്ട് കൊണ്ടാക്കിയാ മതി. കേട്ടാ മതി. ഇപ്പോഴൊന്ന് സമാധാനായത്. വരി, ചായ കുടിച്ച. കുടിച്ച. നാസറേ, എന്തെങ്കിലും ഉണ്ടോ? കിടക്കണോ? ഞാൻ കിടക്കീനി. എത്താ അറിയില്ല, നീച്ചപ്പോളേ ഒരു തലമിന്നലും തലവേദനയൊക്കെ ഒരു വെജായി. തന്നെ ചായയും കടിയൊക്കെ കുടിച്ചില്ലേ? ചായ ഒക്കെ കുടിച്ചിക്കണ് ഞാന്. ഗുളികയും മരുന്നൊക്കെ കുടിച്ചില്ലമ്മ? ഗുളികേ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുടിച്ചലില്ല. ഇതിലേതാണ് ഒന്ന് പറഞ്ഞാട്ടിക്ക. ഇതൊന്നും നോക്കിയാ തിരിയില്ല. ഇതിലിപ്പോ ഏത് ഗുളിക അപ്പൊ കുടിച്ചേണ്ടത് എന്നുള്ളത്. അപ്പൊ ഓളിതൊന്നും എടുത്തരില്ലേ? ഏതായാലും നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. അല്ല, എനിക്കൊന്നും പണിയില്ലേ? ഇത് പോയിട്ടില്ലേ? ഇല്ല, ഇന്ന് ലീവാക്കിയതാ. തന്നെ. നിങ്ങൾ ഏതായാലും മാറ്റി. പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഡ്രസ്സും കാര്യമൊക്കെ എടുത്തോളി. എടുക്കാൻ ആശ്രയിച്ചിനെ കൊണ്ടുപോണു. അതൊക്കെ ഞാൻ പറയാ. നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് എടുക്കാനുള്ളൊക്കെ എടുത്ത് വരിപ്പോ. എന്തേ മറ്റോലാരെങ്കിലും വീട്ടിക്ക ഓല് വരാൻ പറഞ്ഞോ? ഓലാരും വീട്ടിക്കൊന്നല്ല. അല്ലേ പിന്നെ ഉടുക്ക. നമുക്കൊരു സ്ഥലം വരെ പോകാണ്ടമ്മ. അവിടെയാണ് നിങ്ങൾ താമസിച്ച. നിങ്ങളെ മക്കൾക്ക് ആർക്കും നിങ്ങളെ മാണ്ട. ഇപ്പതാ എന്റെ പെണ്ണുങ്ങളില്ലേ, ഓക്കും നിങ്ങളെ നോക്കാൻ വെച്ചോല്ലോ. അതിനാണ് ഇപ്പൊ ഈ കുയിന്തും കാട്ടി നടക്കുന്നത്. ഇവിടെ കിടന്ന് നിരകച്ചിണിലേറെ നല്ലത് അമ്മ അവിടെ പോയി നിക്കണത്. നിങ്ങൾ വരി, ആരും ഇല്ലാത്തോലെ നിക്കണ സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളെ കൊണ്ടാക്കി തരാം. ഞാൻ എന്നാ വണ്ടി എടുത്ത് വരാം. നിങ്ങൾ മാറ്റിക്കോളി. ആർക്കും മാണ്ടാതായല്ലോ. പിന്നെ ഈ വയസ്സാം കാലത്ത് ഒരു മുക്ക് വെള്ളം തരാനും കൂടി ആരും ഇല്ലാതായി. അതൊക്കെ ബാപ്പ ഉണ്ടായിപ്പന്നെ എങ്ങനെ നോക്കിയതേന്.
എനിക്കിപ്പോ വലുതായപ്പോ വീട്ടിലേക്കാരതൊക്കെ സാരില്ല. ആർക്കും ഒരു ഇടങ്ങാറാകണ്ട. ആരുമില്ലാത്തോലെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ നല്ലത്. അതാകുമ്പോ ആരും ഇങ്ങനെ ചീത്തറിയാനും കാട്ടാനും വരില്ലല്ലോ. ചെറുപ്പേ ആർക്കും ഒരു ഇടങ്ങാറാക്കി ഞാനില്ല ഇങ്ങനെ ഇവിടെ ഇതല്ലേ കതിയെടുത്താറൊന്ന് കൊണ്ടേക്കറ തന്നെ. ഏതായാലും പോകാൻ നോക്കട്ടെ. എന്താ വേണമെങ്കിൽ നീച്ചാൻ തന്നെ വെക്കണം. ഉമ്മ പോകല്ല എന്നാല്. എന്താ വരുന്നു കുട്ടിയെ. ചെറുപ്പ് എന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ മാണ്ടാതായല്ലോ. എല്ലാവർക്കും ഞാൻ ഇപ്പൊ ഒരു ഭാരാണ്. ചെറുപ്പേ ആർക്കും ഒരു ഇടങ്ങാറാകാതെ ഞാൻ വിളിച്ചുകൂടല്ല. തന്നെ മിന്നുന്റെ അയിനത്താ ചോദിച്ചാലൊന്നുമില്ലേ. ഇനി പോരാലോ. ആ തള്ള ഇവിടുന്ന് പോയപ്പോ തന്നെ എന്തോ ഒരു സമാധാനം അറിയോ. ഇപ്പൊ ഇത്രയും ദിവസം പോയത് ഞാൻ അറിഞ്ഞിട്ടന്നല്ല. നല്ലൊരു മനസ്സുഖം ഉണ്ട് എന്തായാലും ഈ വീട്ടില്. അയിനത്തമ്മ ഞാൻ വരി. എനിക്കിപ്പോ ഇനിയിപ്പോ ഉമ്മാനെ നോക്കണം മറ്റു നോക്കണം എന്നുള്ള പ്രശ്നമില്ലല്ലോ. ഇപ്പൊ എന്തോ ഒരു സുഖം. എനിക്ക് കുട്ടികളെ കാര്യം മാത്രം നോക്കിയാ മതി ഇപ്പൊ. ഞാനും കുട്ടികളും കൂട്ടി തലേ തന്നെ വരുന്നുണ്ട്. ആണെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ വരാം. ഒരാഴ്ച നിന്നിട്ടും പോരാ. ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വെള്ളടിച്ചോ. ആരോ വന്നിക്കണുമ്മ. ബെല്ലടിച്ചണ്. ഞാനേ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചട്ടോ. ഇനിയിപ്പൊ വിളിച്ചതിനൊന്നും കുഴപ്പമില്ലല്ലേ. എപ്പൊ വേണമെങ്കിലും വിളിച്ചും കാട്ടും ചെയ്തൂടെ. ശരി എന്നാ. ആരപ്പ വന്നത്? റസിയ ഇജയിനി എത്ര കാലായടി ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്? കൊറേ അയക്കണ് കണ്ടിട്ടേ. ഒരു ഒഴിവും കിട്ടണില്ലടി വരാനും കാട്ടാനും. അതാ പിന്നെ വരാഞ്ഞത്. വാ ഉള്ളു കയറ്. കയറ. എടി ഇരിക്കടി. ഇരിക്കടി. എത്ര ആയിപ്പന്നെ കണ്ടിട്ട് ഈ വഴിക്ക് വരലന്നല്ലോ. ഇത് പറഞ്ഞ കൊറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. ഒരു ഒഴിവും കിട്ടണില്ല. അതാ പിന്നെ വരാഞ്ഞത്. ഇനി ഏതായാലും ചോറൊക്കെ വെച്ചിട്ട് പോകാം. ചോറ് മാനം നിക്കണില്ല. ഇക്കാക്ക് ഈ ഭാഗത്തേക്ക് പോവാണ്ടേനി. അപ്പൊ ഞാന് എന്റെ ചെങ്ങാഴ്ചന്റെ വീട് എവിടെയാണ് നിങ്ങളുടെ അവിടെ ഇറങ്ങിയത്. അപ്പൊ വരും. അപ്പൊ ഞാനൊന്ന് കണ്ടും കണ്ട് വേഗം പോകാൻ ഓടി പോന്നതാ. അതല്ലേടി എന്റെ അമ്മായിമല്ലേനോ? ഓലിപ്പ ഇവിടെ ഇല്ല. ഇല്ലേ ഉമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. എന്നോട് പറയാ. വേറെ ആരോട് പറയണ്ടട്ടോ. ഇക്കാക്ക് വേറെ ഏട്ടന് അനിയന്മാരൊക്കെ ഉണ്ടല്ലോ. ഓനാരും നോക്കൂല. ഇവിടെ തന്നെ നിർത്തുക. ഇച്ചാണെങ്കിൽ ഒരു വഴിക്കും പോകാൻ പറ്റണില്ല. അതില് പിന്നെ എന്താക്കി വെച്ചാല് ഉമ്മാനെ അവിടെ വൃദ്ധസദനം ഉണ്ടല്ലോ. അവിടെ വേറെ അതേമാതിരിക്ക് വയസ്സായവരൊക്കെ ഉണ്ട്. ഓരോ കൂട്ടത്തിൽ കൊണ്ടേ ആക്കിക്ക. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് അറിയോന്ന് എനിക്കറിയില്ല. പിന്നെ എന്റെ നാത്തൂന്റെ വീടിന്റെ അവിടെ ഇപ്പൊ ഒരു പുതിയ താമസക്കാര് വന്നിന്. അപ്പൊ നമ്മൾ തന്നെ അവിടെയൊക്കെ പോകുമ്പോ അങ്ങനെ പോകുമല്ലോ. അപ്പൊ ഞാൻ പോയപ്പോ അവിടെ പോലെ അമ്മായിമ്മയാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് എന്റെ അമ്മായിമ്മനെയാണ്. എനിക്ക് ഇവിടെ അന്ന് വന്നപ്പോ കണ്ട ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ ആണെങ്കിൽ ഞാൻ അവിടെ 2 ദിവസം നിക്കാൻ പോയി. അന്ന് എന്റെ ഇക്കയാണ് അവിടുന്ന് പോകുന്നത് കണ്ടത്. അപ്പൊ ഞാൻ ഇനി അറിഞ്ഞിക്കണോ അറിയില്ല. അപ്പൊ എന്റെ ഇക്കാക്ക് അവിടെ വേറെ ഭാര്യയൊക്കെ ഉണ്ട് എന്നാ തോന്നുന്നത്. ഓലെടുത്താ എന്റെ അമ്മായിമ്മ നിക്കുന്നത്. എനിക്ക് ആള് മാറിയതേക്കാരം. ഉമ്മയൊന്നും ആകൂല. വേറെ ആരെങ്കിലും ഏക്കാരം. ഇത് വിശ്വസിക്കണ്ട. ഞാൻ എനിക്ക് തെളിവിന് വേണ്ടിട്ട് ഞാൻ കൊടുന്നാണ്. കാണിച്ചു തരാം. ഇതും നോക്ക്. എവിടെ നോക്കട്ടെ. അല്ലാ അമ്മ തന്നെയാണല്ലോ.
വൃദ്ധസദനം എന്ന് പറഞ്ഞു പോയിക്കണത്? ഇക്കാന്റെ വേറെ പെണ്ണുങ്ങളോ? എന്തൊക്കെയാ ഞാൻ കേക്കണേ? ആരെയാ വിശ്വസിക്ക? ഇക്ക വിളിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡ് വിളിക്കണ. ഹലോ. ഞാൻ ഇറങ്ങിയാണ്. അതെ, ഇറങ്ങി. ഇക്ക ഇവിടെ എത്തിയാണ്. ഞാൻ എന്നാ പോകാൻ നോക്കട്ടെ കേട്ടോ. ഇതറിഞ്ഞപ്പോ അന്നൊന്ന് പറഞ്ഞാ വിചാരിച്ചിങ്ങാണ്ട് ഈ ബൈക്കാണല്ലോ ഇക്കാന്ന് പോണത് പറഞ്ഞപ്പോ ഞാൻ പോന്നതാ. ഈ കാത്തു കഴിഞ്ഞ് ഇനി ചീത്തേക്കും. ഞാൻ പോട്ടെ എന്നാല്. എന്നാ പോയി വാ. ഞാൻ വൈക്കൊക്കെ വാ. ഏതായാലും വിഷമിക്കണ്ട, സാരല്ല. പോട്ടെടി. പോയി വന്നു. എനിക്കവിടെ റോഡുമേലുള്ളതും തോന്നുന്നുണ്ട്. വണ്ടി റോഡുമേലാടി. ഞാൻ എന്തായാലും പോട്ടെന്നാ, പിന്നെ വരാ. ശരി എന്നാ. എന്തൊക്കെയാ റബ്ബേ ഞാൻ ഇപ്പൊ കേട്ടത്? അപ്പൊ ഇക്ക ഉമ്മാനെ വൃദ്ധസദനത്തേക്ക് പറഞ്ഞു കൊണ്ടുപോയത് ഇക്കാന്റെ വേറെ പെണ്ണുങ്ങളെടുത്തേക്കോ? എനിക്കെന്നെ നോക്കിയാ മതിയേനു ഉമ്മാനെ. എന്റെ അമ്മ പറഞ്ഞെന്ന് കേട്ടുകൊണ്ട് ഞാൻ ഉമ്മാനെ ഞാൻ നോക്കിയില്ലെങ്കിൽ ഇക്കപ്പ ഇങ്ങനെ കാട്ടൂലേനു. എന്താ ഞാൻ എന്താ ചെയ്യ? വെറുതല്ലപ്പ വേറെന്തോ ജോലി ഉണ്ട്, അതുണ്ട് പറഞ്ഞങ്ങോട്ട് ആഴ്ചയിലൊക്കെ വരണമാര് ഇപ്പോഴത്തെ പണി ഒഴിവാക്കിയങ്ങോണ്ട് മറ്റേ ഉച്ചക്കും വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വരണവളോ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നത് വെറുതെ അല്ല.